എന്റെ പൊന്നു ജിത്ത്, നമുക്ക് പോകാം. ഇന്നിനി അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര നേരായി. എടാ, ഒരു 5 മിനിറ്റ് കൂടി, അവള് വരും. പ്ലീസ് ഡാ. ഓ, വരും വരും. നീ പറയണ കേട്ട് അവള് ചിരിച്ചോണ്ട് വന്ന് കെട്ടിപ്പിടിച്ച് നിനക്ക് ഒരു ഉമ്മ തരുമെന്ന് തോന്നുമല്ലോ. ആ കടന്നൽ പോലെ വീർപ്പിച്ചിരിക്കണ മുഖം കാണിക്കാനല്ലേ നീ ഞങ്ങളെ ഇവിടെ നിർത്തി കഷ്ടപ്പെടുത്തുന്നേ? എന്റെ പൊന്നു ജിത്തു, ഈ ലോകത്ത് വേറെ പെണ്ണില്ലാഞ്ഞിട്ടാ? എത്ര പെമ്പിള്ളേരാ നിന്റെ പുറകെ നടക്കണേ, എന്നിട്ട് നിനക്ക് പിടിച്ചതോ ആ ഭദ്രകാളിയെയും. അവൾക്ക് എന്താ ഒന്ന് ചിരിച്ചാല് ഇങ്ങനെയുണ്ടോ ചാടാ? എന്താ അവളുടെ വിചാരം? ഇത്രക്കും പത്രാസ് കാണിക്കാനൊന്നും ഇല്ല അവള്. എടാ, ഒന്ന് നിർത്ത്. എല്ലാവരും ഒരുപോലെ ഇരിക്കോ? എനിക്കെന്തോ അവള് പാവമായിട്ടാ തോന്നുന്നു. ഓ, പാവം. എടാ വിഷ്ണു, നിനക്കറിയോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവളോട് ഒരു പേന ചോദിച്ചു. എന്റെ പൊന്നു മോനെ, നീ ഒന്ന് കാണണമായിരുന്നു അവളുടെ നോട്ടം. ഞാൻ വിചാരിച്ചു അവൾ ഇപ്പൊ അങ്ങനെ കുത്തിക്കൊല്ലൂന്ന്. ഒരു പേന ചോദിച്ചേന് ഇങ്ങനെ. അപ്പൊ ഇവനെങ്ങാനും പോയി ഇഷ്ടമാണെന്നെങ്ങാനും പറഞ്ഞാലുള്ള അവസ്ഥ. ഓ, അതെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എടാ ജിത്തു, എനിക്ക് തോന്നല്ല ഇത് ഈ അടുത്തെങ്ങാനും പൂവിടുമെന്ന്. നീ വേറെ ആളെ പിടിക്കുന്നതാ നല്ലത്. എന്താണ് നീയൊക്കെ ഇങ്ങനെ? നീയൊക്കെ എന്റെ ഫ്രണ്ട്സ് തന്നെയാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്താതെ. അവൾ സമ്മതിക്കും, എനിക്കറിയാം. ആണോ? എന്നാലേ നീ ഒരു കാര്യം ചെയ്യ്, അവളെ പോയി അങ്ങ് പ്രപ്പോസ് ചെയ്യ്. ആ, ദേ വരുന്നു മിസ്സിസ് ചിത്തു. ചെല്ലടാ, പോയി പറ. എന്തെറ്റി, പറയണില്ലേ? എന്തു പറ്റിയടാ, പറയണില്ലേ? ചെല്ലടാ, പോയി പറ. ഇപ്പോഴോ? ഇപ്പൊ വേണ്ട, പിന്നെ പറയാം. ആ, ഇത് തന്നെയാ നീ എപ്പോഴും പറയുന്നേ. എടാ, പ്രൊപ്പോസ് ഒന്നും ചെയ്യണ്ട. അറ്റ്ലീസ്റ്റ് ഒരു ഹലോ എങ്കിലും പറ. ചെല്ല്. എടാ, അത് വേണോ? ആ, ബെസ്റ്റ്. എടാ, നിനക്കിതൊന്നും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ മോനെ ഈ പണിക്ക് ഇറങ്ങിയേ? എടാ, ഞാൻ അവളുടെ കൂട്ടുകാരിയെ പിടിച്ചു നിർത്താം. നീ അപ്പൊ അവളോട് സംസാരിക്കണം കേട്ടോ? എടാ, അത് നീ ഒന്നും പറയണ്ട, കൂടെ നിന്നാ മതി. വാ. എക്സ്ക്യൂസ് മീ, കുട്ടി, സമയം എത്രയായി? എന്താ? ചേട്ടന്റെ കൈ വാച്ച് ഉണ്ടല്ലോ. ചേട്ടൻ എന്താ സമയം നോക്കാൻ അറിയില്ലേ? ഓ, ഈ കുട്ടി നല്ല തമാശക്കാരിയാണല്ലോ. എടാ പൊട്ടാ, എന്തേലും ഒന്ന് ചോദിക്ക്. ഞാൻ എന്ത് ചോദിക്കാനാ? അവളെ കുഞ്ഞമ്മയുടെ വീട് എവിടെയെന്ന് ചോദിക്ക്. അല്ല. എന്ത്? ഇവൻ. എടാ, എന്തേലും ഒന്ന് ചോദിക്കടാ. ഹായ്. ഹായ് റിയ. ഇന്നെന്താ വൈകിയ? എന്റെ പൊന്നു ചേട്ടാ, അല്ലെങ്കിൽ തന്നെ സമയം വൈകി. അപ്പോഴാ ചേട്ടന്റെ ഓരോ ചോദ്യങ്ങള്. ചേട്ടൻ ഇനിയും Q&A ഉണ്ടെങ്കിൽ ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിന് ക്യാൻറ്റീനിൽ വന്നാ മതി. അപ്പൊ ഞങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പൊ പറഞ്ഞു തരാം കേട്ടോ. എടാ, എന്താടാ എന്താടാ അവളിങ്ങനെ? അത് തന്നെയല്ലേ ഞങ്ങളും നിന്നോട് ചോദിക്കുന്നേ, അവൾ എന്താ ഇങ്ങനെയെന്ന്. എടാ നോക്കടാ, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ചിരിക്കാൻ അറിയില്ലടാ. എടാ മോനെ ജിത്തു, നിനക്ക് എന്താ ഇത്ര വാശി? എന്തുകൊണ്ടിട്ടാ നീ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? എനിക്കറിയില്ല, എന്തോ എനിക്ക് അവളെ ഇഷ്ടമാടാ. നീ നന്നാകൂല.
ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ദേ, ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇനി നിനക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉം, ഞാൻ പറയൂടാ, ഇന്ന് തന്നെ പറയും. ഇനി എനിക്ക് വയ്യ. ശരിക്കും ശരിക്കും നീ അവളോട് പറയാൻ പോകണോ? ആടാ, ഇനി പറഞ്ഞില്ലെങ്കി പിന്നെന്നാ? ഉം, നീ പോയി പറ എന്താണേലും. ഉം. എടാ, നിനക്ക് തോന്നുന്നുണ്ടോ അവൾ സമ്മതിക്കുമെന്ന്? ഇല്ല. പിന്നെ എന്തിനാടാ നീ അവനോട് പറയാൻ പറഞ്ഞേ? അവനത് സഹിക്കില്ലടാ. എനിക്കറിയാം. പക്ഷെ അത് അവൻ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവൻ വീണ്ടും അവളെ വിചാരിച്ചിരിക്കും. അതാ ഞാൻ അവളുടെ റിജക്ഷൻ കേൾക്കുമ്പോഴെങ്കിലും അവനൊന്ന് മാറി ചിന്തിക്കട്ടെ. കുറച്ച് സങ്കടം ഉണ്ടാവെങ്കിലും അതാ നല്ലത്. അല്ലെങ്കിൽ അവൻ അവളെ വിചാരിച്ച് നടക്കും. നിനക്ക് നിനക്ക് അത്ര കുറപ്പാണോ അവൾ സമ്മതിക്കില്ല എന്ന്? എനിക്കറിയില്ലടാ. പക്ഷെ അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നിനക്കറിയാവുന്നതല്ലേ എല്ലാം. എന്താണേലും അവൻ പോയി പറയട്ടെ. തനിക്കറിയാമായിരിക്കുമല്ലോ ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന്. കുറെ നാളായില്ലേ. ഇപ്പോഴാണെങ്കിൽ എന്റെ ക്ലാസ്സും കഴിയാറായി. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഇഷ്ടമാണ്. തമാശക്കല്ല, എനിക്ക് തന്നെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ താല്പര്യമുണ്ട്. തനിക്കൊരു മറുപടി തരണം. എന്താ എന്താ ഇതിൽ തന്നെ മറുപടി? ഹേ റിയ, ഹേ നിൽക്ക്. ഓക്കെ, ഇന്ന് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നാളെ പറഞ്ഞാ മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തായി? അവൾ എന്തു പറഞ്ഞു? അവളൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ സമയം വേണമായിരിക്കും. നാളെ പറയും. എന്ത്? അവള് നാളെ പറയാമെന്ന് പറഞ്ഞു? ഇല്ല, അവളൊന്നും പറഞ്ഞില്ല. പക്ഷെ നാളെ പറയായിരിക്കും. റിയ, എനിക്ക് നിന്നോട് സംസാരിക്കണം. നിന്റെ ഈ കളിയുണ്ടല്ലോ, അതിന്ന് ഇവിടെ നിർത്തിക്കോണം. എന്താ നിന്റെ ഉദ്ദേശം? ജിത്തുവിനെ നിന്റെ പുറകെ ഇങ്ങനെ നടത്താന്നോ? അല്ലെങ്കിലും അത് നിങ്ങൾ പെൺപിള്ളേർക്ക് ഒരു രസമായിരിക്കുമല്ലോ. പക്ഷെ അത് ജിത്തുവിന്റെ അടുത്ത് വേണ്ട.
അവൻ അത്രയ്ക്കും സീരിയസ് ആണ്. നാളെ നീ എന്താണെങ്കിലും അവനോട് സംസാരിക്കണം. ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ. എന്തായാലും ഇനി ഒളിച്ചുകളി വേണ്ട, അത് നടക്കില്ല. നാളെ നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. അതിനു മുമ്പ് ഒരു തീരുമാനം വേണം. തീരുമാനം കിട്ടണം. റിയ, നീ നീ എന്താ ഇത്ര ദിവസമായിട്ടും ചേട്ടനോടൊന്നും പറയാത്തെ? ജിത്ത് ചേട്ടൻ അടിപൊളിയല്ലേ? എത്ര പേരാന്നറിയോ ആ ചേട്ടന്റെ പുറത്ത് നടക്കുന്നേ? എന്നിട്ട് നീ എന്താ ഒന്നും പറയാത്തെ? നിനക്ക് നിനക്ക് ജിത്ത് ചേട്ടനെ ഇഷ്ടമല്ലേ? മീനു, വാ പോകാം, നേരം വൈകി. റിയ, നീ ഇറങ്ങിയില്ലേ? എവിടെയാ? ബസ് ഇപ്പൊ വരും. മീനു, ഞാനിന്നില്ല. എനിക്ക് തീരെ വയ്യ. അയ്യോ, എന്തു പറ്റി? നീ അങ്ങനെ ലീവ് എടുക്കാത്തതാണല്ലോ. എന്താ എന്താ പറ്റി? എനിക്ക് വയ്യ മീനു. എനിക്ക് വല്ലാതെ തലകറങ്ങുന്ന പോലെയൊക്കെ ഉണ്ട്. നീ പൊക്കോ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. മീനാക്ഷി, റിയ വന്നില്ലേ? ഇല്ല ചിത്തേട്ട, അവൾക്ക് വയ്യ. എന്റെ പൊന്നു മോനെ വിഷ്ണു, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എത്ര നാളായി ഇങ്ങനെ കെട്ടാതെ നടക്കുന്നേ? ഇവൻ എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ കെട്ടണമെന്ന്? പറഞ്ഞ് ഞാൻ മടുത്ത്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവനല്ലേ ഉള്ളൂ. ഇവനെന്താ അത് മനസ്സിലാക്കാത്തെ? ഇനി ഇവന് വല്ല ഇഷ്ടവുമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയാൻ പറ, ഞങ്ങള് നടത്തിക്കൊടുക്കാം. എന്താണെങ്കിലും കുഴപ്പമില്ല. ഇവനൊരു കുടുംബമായി ജീവിക്കണ കണ്ടാ മതി. എന്റെ ആന്റി ഇങ്ങനെ കിടന്ന് വിഷമിക്കാതെ. ഞങ്ങള് ചോദിക്കട്ടെ അവനോട്. എന്താണേലും ആന്റി പേടിക്കണ്ട. ഈ വർഷം തന്നെ നമുക്ക് അവന്റെ കല്യാണം നടത്താം. അതുപോലെ ആന്റിക്ക്? എനിക്കറിയില്ല ഇതൊക്കെ നടക്കോ. എടാ, അവന് വല്ല ലവ് അഫെയർ ഉണ്ടായിരുന്നോ? അതാണോ അവൻ വിവാഹത്തിനൊന്നും സമ്മതിക്കാത്തെ? അവന്റെ പ്രായത്തിലുള്ള എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞ് അവൻ മാത്രം ഇങ്ങനെ. ആന്റി, ഞങ്ങള് പറഞ്ഞില്ലേ അങ്ങനൊന്നും ഇല്ല. ഞങ്ങൾ അവനോട് സംസാരിക്കാം. ആന്റി ഒന്ന് സമാധാനപ്പെടും. എന്താടാ ജിത്തു, എന്താ നിന്റെ ഉദ്ദേശം? കുറെ ആയില്ലേ നീ ആന്റിയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? നിനക്ക് എന്താ വിവാഹം കഴിച്ച, അതോ ബ്രഹ്മചാരിയായി ഇങ്ങനെ ജീവിക്കാനാണോ നിന്റെ ഉദ്ദേശം? എടാ, അങ്ങനെയൊന്നും ഇല്ലടാ, അമ്മ പറഞ്ഞു. എടാ, എനിക്കിപ്പോ വിവാഹത്തിനൊന്നും താല്പര്യമില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആലോചിക്കാം. എനിക്കിപ്പോ അതിനൊന്നും വയ്യടാ. ഞാൻ ഇങ്ങനെ കുറച്ചുകൂടി ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ആലോചിക്കാന്നാ വിചാരിച്ചേ. അല്ലാതെ അമ്മ പറയുന്ന പോലെ ഒന്നുമില്ല. ആണോ? ശരിയെന്നാ. എങ്കി പിന്നെ അവൾ ആരെങ്കിലും കേട്ടി പോട്ടെ, അല്ലേ? ആര്? നീ ആരുടെ കാര്യം പറയുന്നേ? ആ, അതോ റിയയില്ലേ, നീ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ നോക്കിയിരുന്ന അവൾ. റിയയോ? അവൾക്കെന്താ? അവൾക്കെന്ത്? വേറൊന്നുമില്ല. അവളുടെ വീട്ടിൽ വിവാഹം ആലോചിക്കുന്നു. ഞാൻ വിചാരിച്ചു നിനക്ക് പണ്ട് അവൾ ഇഷ്ടമായിരുന്നല്ലോ, അപ്പൊ ഒന്ന് പോയി നോക്കാന്ന്. ഇനിയിപ്പോ വേണ്ട. നിനക്ക് ഇപ്പൊ വിവാഹത്തിനൊന്നും താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ? ലൈഫൊക്കെ എൻജോയ് ചെയ്യണ്ടേ? എടാ, സത്യമാണോ? ആ, സത്യമാണേലും അല്ലേലും ഇനിയിപ്പോ എന്താ? എടാ, എന്ത് പറ്റി?
ദേ ഒരു വീക്കങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ, അവന് വിവാഹം കഴിക്കേണ്ട പോലും. അവളെ മനസ്സിലിട്ട് നടക്കാ പട്ടി. എടാ, എനിക്ക് മറക്കാൻ പറ്റണില്ലടാ. അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിലോ അന്ന് ഇപ്പൊ പറയാൻ പറ്റായിട്ടാവും. എന്നാലും നീ ഇപ്പോഴും അതൊക്കെ വിചാരിച്ചിരിക്കായിരുന്നോ? നിനക്കൊരു വാക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലേ? നമുക്ക് അവളോട് ഒന്നുകൂടി പോയി ചോദിക്കായിരുന്നല്ലോ. അതിന് നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലല്ലോ. പക്ഷെ നിനക്കിഷ്ടമല്ലേ? ഇനിയിപ്പോ എന്ത് നോക്കിയിരിക്ക? വൈകിക്കണ്ട, നമുക്ക് അവളെ വീട്ടിൽ പോയി ആലോചിക്കാം. അല്ലേ നല്ല ചെക്കന്മാർ അവളെയും കൊണ്ടങ്ങ് പോകും. അതല്ലടാ, നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? മീനാക്ഷി. എന്തായാലും ഈ പുറകെ നടത്തംകാരന് അങ്ങനെ ഒരു ഗുണമുണ്ടായി. നിനക്ക് റിയയെ കിട്ടിയില്ലെങ്കിലും എന്താ, വിഷ്ണുവിന് മീനാക്ഷിയെ കിട്ടിയില്ലേ? പക്ഷേ അവര് തമ്മിൽ കോണ്ടാക്ട് ഇല്ലെന്നല്ലേ മീനാക്ഷി പറഞ്ഞ്? ഇതവള് വേറെ ആരോ വഴി അറിഞ്ഞതാ. അവരുടെ ക്ലാസ്സിലെ ഏതോ പിള്ളേര്.